പകൽ വാർത്ത ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. ആരോഗ്യമന്ത്രിക്ക് നേരെയുള്ള പ്രതിഷേധത്തിലെ ദൃശ്യങ്ങളിൽ തർക്കം തുടരുന്നു. കൂടുതൽ പ്രവർത്തകർ അടുത്തേക്കെത്തിയില്ലെന്ന് വാദിച്ച് ദൃശ്യങ്ങൾ പുറത്തുവിട്ട് KSU. മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമെന്ന് MP ജയരാജൻ. സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുന്നു. മന്ത്രി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. ആരോപണ പ്രത്യാരോപണം തുടർന്ന നേതാക്കൾ. CPM-ന്റേത് കള്ളപ്രചാരണമെന്ന് VD സതീശൻ. ഇല്ലാത്ത ഒരു കള്ളക്കഥയുണ്ടാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നടത്തുന്ന കാര്യം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവരിപ്പോൾ ആരോഗ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസം മാത്രമാണ്. കാരണം അവരഭിനയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഉറച്ചു പറയുന്നു 100%. മന്ത്രിക്ക് നേരെ നടന്നത് ഗുണ്ടായിസമെന്ന് MP ഗോവിന്ദൻ. ഇത് ബോധപൂർവ്വം ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസാണ് നടത്തുള്ളത്. ക്രിമിനലിസമാണ് സംഘടിപ്പിക്കുന്നത്, ഗുണ്ടായിസാണ്. ആ ഗുണ്ടായിസം നടത്തുന്ന ആളുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒളിവിലിരുന്ന് കയറി വരികയാണ്. ഒന്നാമത്തെ വെച്ച് വന്നു, രണ്ടാമത്തെ വെച്ച് വന്നു. അങ്ങനെ 2 പേജാണ് അവർക്ക് ചെയ്തിട്ടുള്ളത്. ഷംസീർ തയ്യാറാക്കിയ തിരക്കഥയെന്ന് KSU. ഡോക്ടർമാരുടെ OP ബഹിഷ്കരണ സമരം ജനത്തെ ബാധിക്കില്ലെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. സമരത്തിന്റെ പേരിൽ രോഗികൾക്ക് ആരോഗ്യ സേവനം നിഷേധിക്കപ്പെടരുത്. അവശ്യ ആരോഗ്യ സേവനം നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമെന്നും ഹൈക്കോടതി. KK ശൈലജയെയും ഷംസീറിനെയും നികേഷ് കുമാറിനെയും മുകേഷിനെയും മത്സരിപ്പിക്കേണ്ടെന്ന് CPM ജില്ലാ ഘടകങ്ങൾ. മട്ടന്നൂരിൽ VK സനോജിനെയും തലശ്ശേരിയിൽ കാരായി രാജനെയും കൊല്ലത്ത് ജയമോഹനെയും മത്സരിപ്പിക്കാൻ നിർദ്ദേശം. അന്തിമ തീരുമാനം സംസ്ഥാന സമിതിയുടേത്. തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയും കാസർഗോഡ് ഷാനവാസ് പാദൂരും ഉദുമയിൽ CH കുഞ്ഞമ്പുവും മത്സരിക്കും. ഇസ്രായേലിൽ ചരിത്രമായി നരേന്ദ്രമോദിയുടെ സന്ദർശനം. ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും കാണും. പ്രതിരോധ രംഗത്ത് നിർണായക സഹകരണത്തിന് തീരുമാനങ്ങളുണ്ടാകും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണവും ചർച്ചയ്ക്ക്. രശ്മിക മന്ദാനയും വിജയ് ദേവരകൊണ്ടയും വിവാഹിതരായി. ചടങ്ങുകൾ ആന്ധ്രാപ്രദേശിലെ പരമ്പരാഗത രീതിയിൽ. കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രം ചടങ്ങിന്. വൈകിട്ട് കൊടവ നൽകൽ ചടങ്ങ്. T20-യിൽ ഇന്ത്യക്ക് ഇന്ന് ജീവൻ മരണ പോരാട്ടം. സെമിയിൽ കടക്കണമെങ്കിൽ സിംബാബ്വെക്കെതിരെ വൻ ജയം അനിവാര്യം. സഞ്ജു കളിച്ചേക്കും. ഇന്നത്തെ ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സര ഫലവും ഇന്ത്യക്ക് നിർണായകം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിൽ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റതിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ പോരുമുറുകുന്നു. മന്ത്രിയുടെ അടുത്തേക്ക് കറുത്ത തുണിയുമായി ഒരാൾ വരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും ആക്രമണം പ്രതിപക്ഷ ഗൂഢാലോചനയെന്നുമാണ് CPM ആരോപണം. വിഭാഗം തന്നെയാണ് കണ്ണൂരിലെ ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ 3:15 ഇന്നലെ കടന്നാക്രമിക്കുന്നത്. ഒളിഞ്ഞിരുന്നിട്ടാണ്. അവിടെ ഒരു പരിപാടിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ വേറെ പരിപാടിയില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു പോകുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യമില്ല. അവിടെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. അങ്ങനെ ബോധപൂർവം കടന്നാക്രമണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ. അപ്പോൾ നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്നാണ് ഇപ്പോൾ UDF-കാർ തീരുമാനിച്ചിട്ടുള്ളത്. UDF-കാർ എല്ലാ സന്ദർഭത്തിലും നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗീവൽസൺ സിദ്ധാന്തത്തിന്റെ അനുയായികളായിട്ട് VD സതീശനാണ് കേരളത്തിൽ ഇപ്പോഴും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ജാഥ മുഴുവൻ നുണ പറയാനാണ്. ഒരു സംശയവും വേണ്ട. അല്ല, അവർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടല്ലോ. പ്രതിഷേധിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പ്രതിഷേധിച്ചില്ലേ? അവരും പ്രതിഷേധിക്കുന്നത് ഇപ്പം ജനാധിപത്യ സമൂഹത്തിൽ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇന്നേ വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കടന്നാക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളത് അപൂർവ സംഭവമാണ്. അങ്ങനെ സംഭവമേ ഇല്ല ഇവിടെ. അങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഫലപ്രദമായ രീതിയിലുള്ള ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ട് മാത്രമേ ഇതിനെ അഭിമുഖീകരിക്കാൻ കഴിയൂ. മന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ല. പോലീസ് കൃത്യമായി ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞു എന്നുള്ളതും ദൃശ്യങ്ങളിൽ എവിടെയും ഈ KSU പ്രവർത്തകർ മന്ത്രിക്ക് അടുത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതുമാണ് പറയുന്നത്. അല്ല, അത് പറയുന്നതല്ലേ.
സ്വാഭാവികമായിട്ടും ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അവിടെ കയറി ആക്രമണം നടത്തി എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചതാണ്. പിന്നെ ദൃശ്യം നോക്കിയാൽ മതി, നല്ലപോലെ സൂക്ഷിച്ച് ദൃശ്യം നോക്കുക, അപ്പോൾ മനസ്സിലാവും. ശരി പറഞ്ഞു. എന്താ ചോദിക്കാൻ കാരണം? അക്രമികൾ വന്ന് ആക്രമിക്കുമ്പോൾ ആ ആക്രമണത്തെ മുഴുവൻ ലോകത്ത് എവിടെയെല്ലാം എന്തെല്ലാം സംഭവം നടന്നിട്ടുണ്ട്, അവിടെയൊക്കെ പോലീസ് ഉള്ളതുകൊണ്ടാണോ സംഭവം നടക്കുന്നത്? എന്നാൽ മന്ത്രിയുടെ അടുത്തേക്ക് പ്രവർത്തകർ പോയിട്ടില്ലെന്നും കടുത്ത ഷർട്ടുകാരൻ മന്ത്രിയുടെ ഗൺമാനാണെന്നുമാണ് കോൺഗ്രസിന്റെ മറുപടി. ആരോഗ്യമന്ത്രി തട്ടിവിട്ട ഒരു പച്ചക്കള്ളത്തിന്റെ പേരിൽ വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുകയും കോൺഗ്രസ് ഓഫീസുകളെ ആക്രമിക്കുകയും ഞങ്ങളുടെ പുതുയുഗ യാത്രയുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്യാം. തിരുവനന്തപുരത്തെ സ്വാഗത സംഘം ഓഫീസ് വരെ തല്ലി തകർത്തു. ഇല്ലാത്ത ഒരു കള്ളക്കഥയുണ്ടാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നടത്തുന്ന കാര്യം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവരിപ്പോൾ ആരോഗ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസപാത്രമാണ്. കാരണം അവരഭിനയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഉറച്ചു പറയുന്നു 100%. എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കി ആർക്കെങ്കിലും വിഷ്വൽ മീഡിയയുടെ മുമ്പിലാണ്, ക്യാമറകളുടെ മുമ്പിൽ നടന്ന ഒരു സംഭവത്തിൽ ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരായിട്ട് വരുന്ന വിഷയങ്ങൾ വഴിമാറ്റി വിടുന്നതിന് വേണ്ടി മനഃപൂർവ്വം നടത്തിയ ഒരു ഗൂഢാലോചനയാണ്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. അവർ ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം അവർ പ്രതിക്കൂട്ടിലാണ്, ജനങ്ങളുടെ മുന്നിൽ അവർ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണ്ട. ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പ്രചരിപ്പിച്ച് ആടിനെ പേപ്പട്ടിയാക്കുന്ന പ്രചരണങ്ങൾ നടത്തി മനഃപൂർവ്വം അക്രമം നടത്തിയാണ്. ആരോഗ്യമന്ത്രിക്ക് KSU പ്രവർത്തകരാരും യാതൊരു തരത്തിലുള്ള കയ്യേറ്റമോ ആരോഗ്യമന്ത്രിയുടെ നേരെ കയ്യേറ്റമോ അക്രമമോ ഉണ്ടായിട്ടില്ല. യാതൊരു പരിക്കും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കയ്യേറ്റം ഉണ്ടായിരുന്നെങ്കിൽ ശരീരം കൈകൊണ്ടോ കാലുകൊണ്ടോ അല്ലെങ്കിൽ ഇനി കൊടി കെട്ടുന്ന വടി കൊണ്ടോ എന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ടോ അവരുടെ ദേഹത്ത് ആരെങ്കിലും സ്പർശിച്ചതായിട്ട് ഒരു വീഡിയോയിലും കാണാൻ സാധിക്കുന്നില്ല. എല്ലാവരും കൃത്യമായിട്ട് മാധ്യമങ്ങൾ അത് ഒപ്പിയെടുത്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ദേഹത്ത് പരിക്കൊന്നും കാണിച്ചിട്ടില്ല. കഴുത്തിലിങ്ങനെ പിടിക്കുന്നതായിട്ട് കണ്ടു. അത് വാസ്തവവിരുദ്ധമായൊരു കാര്യം കെട്ടിച്ചമച്ച് അവരാണ് സത്യത്തിൽ അക്രമം അഴിച്ചുവിട്ടത്. ഇന്നലെ DCC ഓഫീസ് ആക്രമിച്ചത് കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ അറിവോടെയാണ്. ആരോഗ്യ വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഉയരുന്ന ശക്തമായ പ്രതിഷേധത്തെ തടയുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച ഒരു കള്ളപ്രചരണമാണിത്. അത് ജനങ്ങൾ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ 5 KSU പ്രവർത്തകർ റിമാൻഡിലാണ്. KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. മന്ത്രിക്ക് പരിക്കേറ്റതിന് പിന്നാലെ പലയിടത്തും സംഘർഷമുണ്ടായി. കണ്ണൂർ കൊടിയേരിയിൽ കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. കഴുത്തിന് ക്ഷതമേറ്റ മന്ത്രിയുടെ ആരോഗ്യസ്ഥിതി മെഡിക്കൽ ബോർഡ് വിലയിരുത്തി. മന്ത്രി ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. KV ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, മന്ത്രിയുടെ വിദഗ്ധ സംഘമുണ്ട്, പരിശോധനയുണ്ട്, ഒപ്പം ആരോഗ്യസ്ഥിതി കാര്യമായി പരിശോധിക്കുന്നുമുണ്ട്, ചില സ്കാനിങ്ങുകളും ഒക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരം? ഇന്ന് മുഴുവൻ അവിടെ തുടരാനാണോ തീരുമാനം? രഞ്ജിത്തെ, മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ഇപ്പോൾ ഇന്ന് ആശുപത്രിയിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല, രക്തസമ്മർദ്ദം സാധാരണ നിലയിലായി എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത്. അതോടൊപ്പം മന്ത്രിക്ക് കഴുത്തിന് വേദന കുറവില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് തുടരണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും ന്യൂറോളജി വിഭാഗം സംഘം ഇത്തരത്തിലുള്ളൊരു യോഗം ചേർന്നാണ് ഇത്തരം ഒരു കാര്യം വിലയിരുത്തിയത്. കഴുത്തിന് പിറകിലുള്ള ഇത്തരത്തിലുള്ള ക്ഷതമേറ്റിട്ടുണ്ട്, നേരിയ ക്ഷതമുണ്ട്. അതാണ് കൈക്കും ഉൾപ്പെടെ വേദന വരാനുള്ള കാരണം. അപ്പോൾ വേദന കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഡിസ്ചാർജ് ഇല്ല. ഏതായാലും ഇന്ന് തുടരും. അതിനുശേഷം പിന്നീട് പരിശോധിച്ച ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രത്യാരോപണങ്ങൾ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ MP ജയരാജൻ ഇപ്പോൾ ഏറ്റവും പുതുതായി ഒരു ദൃശ്യം, അതായത് ഒരു കറുത്ത വസ്ത്രമിട്ട ഒരാൾ മന്ത്രിക്കരികിലെത്തി എന്ന് പറഞ്ഞ് ദൃശ്യം ഉയർത്തിക്കാട്ടുന്നുണ്ട്.
പക്ഷേ ആ ദൃശ്യം അത് ഗൺമാൻ ആണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം അതിനെ കൃത്യമായി അതിൽ മറുപടി പറയുന്നുണ്ട്. അത് ഗൺമാൻ ആണ്, ഈ ഗൺമാന്റെ പരാതിയിലാണ് ഇതിൽ നിലവിൽ കേസ് പോലും എടുത്തിട്ടുള്ളത്. അത്തരത്തിൽ വലിയ തോതിൽ ഇത് മന്ത്രിയുടെ നാടകമാണ്. ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥകൾ വലിയ തോതിലുണ്ട്. ആരോഗ്യമന്ത്രി ഇത്തരത്തിലുള്ള പ്രതിക്കൂട്ടിലാണ്. അതുകൊണ്ട് അത് മറച്ചു വെക്കാനാണ് ഇത്തരം സംഭവം നടക്കുന്നതൊക്കെ തരത്തിൽ കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട്. അപ്പോഴും ഈ CPM പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നതാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. ഇന്നലെ ആണെങ്കിൽ വലിയ തോതിലുള്ള സംഘർഷം കണ്ണൂരിൽ ഉണ്ടായി. തലശ്ശേരിയിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ കൊടിയേരിയിലുള്ള കോൺഗ്രസ് ഓഫീസിന് തീയിടുന്ന സാഹചര്യം ഉണ്ടായി. പല സ്ഥലങ്ങളിലും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നാണെങ്കിൽ ഇതിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കണ്ണൂർ ജില്ലയിൽ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകിച്ച് വൈകിട്ടാകുമ്പോഴേക്കും പല പ്രതിഷേധ പരിപാടികളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സംഘർഷങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വലിയ ജാഗ്രതയിലാണ് പോലീസ് ഉള്ളത്. നിലവിൽ 5 പേരാണ് ഈ കേസിൽ ഇപ്പോൾ റിമാൻഡിലായിട്ടുള്ളത്. അതായത് KSU ജില്ലാ പ്രസിഡന്റ് MS അതുൽ ഉൾപ്പെടെ 5 പേർ ഇതിൽ റിമാൻഡിലായിട്ടുണ്ട്. അത് കൂടാതെ AKG ഹോസ്പിറ്റലിന് സമീപത്ത് മന്ത്രിയുടെ വാഹനം തടയുകയും അതിൽ ഉണ്ടായിരുന്ന ഫ്ലാഗ് പോസ്റ്റ് തകർത്തു എന്ന പരാതിയിൽ 10 യൂത്ത് ലീഗ് പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഇതുവരെയായും കൃത്യമായ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു ദൃശ്യവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് തന്നെയാണ് കോൺഗ്രസ് ആയുധമാക്കുന്നത്. കൃത്യമായി ഈ ഒരു CPMന്റെ പ്രചരണം അതിന് കൃത്യമായി അവർ മുൻനിർത്തി പറയുന്നത് തന്നെയാണ്. ഇതിൽ യൂത്ത് കോൺഗ്രസ് പരിഹാസവുമായി രംഗത്തെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതായത് അത്തരം ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവർക്ക് 1 പവൻ സ്വർണം ഇനാം പ്രഖ്യാപിക്കുന്ന തരത്തിൽ അത്തരം കൗതുകരമായ കാര്യങ്ങളും കണ്ണൂരിൽ നിന്നും കാണുന്നുണ്ട്. എന്തായാലും ഈ സംഭവം വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ ചർച്ച ചൂടേറിയ ചർച്ച തന്നെ മാറും. തെരഞ്ഞെടുപ്പിന് ഒരു പ്രചരണ ആയുധം എന്ന നിലയിൽ CPM ഉയർത്തിക്കൊണ്ടുവന്നതാണെങ്കിൽ ഇതുവരെ മന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ റെയിൽവേ പോലീസ് ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ച CCTVയിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് പാലക്കാട് ഡിവിഷന് കത്തയച്ചിട്ടുണ്ട്. ആ ദൃശ്യം ശേഖരിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് ഉള്ളത്. നിലവിൽ 11 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 9 BNS പ്രകാരവും 2 റെയിൽവേ ആക്ട് പ്രകാരവുമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ അറസ്റ്റിലായവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇവർ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ മന്ത്രിക്കരികിലെത്തി മന്ത്രിയെ ആക്രമിച്ചു എന്നാണ് FIR-ൽ പറയുന്നത്. ആയുധം ഉപയോഗിച്ചു എന്നൊക്കെയുള്ള തരത്തിൽ FIR-ഉം ഉണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. VD സതീശനും അതുപോലെ തന്നെ KPCC പ്രസിഡന്റും ഒക്കെ ഇതിനെതിരെ പ്രതിഷേധവുമായി വലിയ തോതിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. ഏതായാലും വൈകിട്ടും കണ്ണൂർ ജില്ലയിൽ പല ഭാഗങ്ങളിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. മന്ത്രിയുടെ കോലം കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് കടക്കുന്നത്. വെക്കുകയാണ്. ഏതായാലും വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് ഉടനീളം ഇരുവിഭാഗങ്ങളുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ പ്രതിഷേധ രംഗത്തും ഒപ്പം ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മന്ത്രി വീണ ജോർജിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തുവിടണമെന്ന് K മുരളീധരൻ വെല്ലുവിളിച്ചു. ഇത് പിണറായി സ്പീക്കർ തിരക്കഥയാണ്. മന്ത്രിയാണ് ഭീരുക്കൾ എന്ന് വിളിച്ച് അങ്ങോട്ട് ചെന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് ഇപ്പോൾ പാർട്ടി ഓഫീസ് പോലെയാണ്. ഒരു തിരക്കഥയുടെ ഭാഗമായാണ് മന്ത്രിയെ അങ്ങോട്ട് മാറ്റിയതായി കാണാൻ കഴിയുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. കരിങ്കൊടി കാണിക്കാൻ ചെന്ന KSUവിന്റെ പ്രവർത്തകർ മന്ത്രിയുടെ പരിസരത്ത് പോലും എത്തിയിട്ടില്ല. മാത്രമല്ല മന്ത്രിയാണ് അവരെ തല്ലാൻ പോയത്. എല്ലാവരും കണ്ടു. ഭീരുക്കൾ എന്ന് വിളിച്ച് അങ്ങോട്ട് ഓടിപ്പോകുന്നതും പോലീസ് വളരെ പണിപ്പെട്ട് മന്ത്രിയെ ശാന്തമാക്കുന്ന രംഗങ്ങളൊക്കെ CCTVയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. മന്ത്രിയെ പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പെരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതാണ്ട് CPMന്റെ പാർട്ടി ഓഫീസാണ്. അവിടുത്തെ ചികിത്സാ പിഴവുകളെ കുറിച്ച് നിരന്തരം പരാതി വരുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. ഇന്നലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പെട്ടെന്ന് മന്ത്രി അങ്ങോട്ട് മാറ്റിയത് തന്നെ ഈ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയ വീണ ജോർജ് മാപ്പ് പറയണമെന്ന് KSU. ഷംസീർ തയ്യാറാക്കിയ തിരക്കഥയിലുണ്ടായ നാടകമാണിതെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പറഞ്ഞു. കരിങ്കൊടിയുടെ നൂലിഴ പോലും മന്ത്രിയെ സ്പർശിച്ചിട്ടില്ല. മന്ത്രി നടത്തിയ വ്യാജ ആരോപണത്തിന്റെ പേരിൽ CPM സംസ്ഥാന സെക്രട്ടറി കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്നും അലോഷ്യസ് സേവ്യർ ആരോപിച്ചു. പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയ മന്ത്രി വീണ ജോർജ് മാപ്പ് പറയണമെന്ന് KSU ആവശ്യപ്പെടുകയാണ്. മന്ത്രിയെ കയ്യേറ്റം ചെയ്തു എന്ന തരത്തിൽ
KSU പ്രവർത്തകർ ശാരീരികമായി മന്ത്രിയെ ആക്രമിച്ചു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ഇന്നലെ മുതലെല്ലാം വലിയ രീതിയിലേക്ക് പ്രചരിപ്പിക്കുന്നുണ്ട്. CPM സൈബർ ഹാൻഡിലുകളെല്ലാം ആസൂത്രിതമായ രീതിയിൽ KSU കയ്യേറ്റത്തിന് നേതൃത്വം കൊടുത്തു എന്നെല്ലാം പറയുന്നു. ഈ റെയിൽവേ സ്റ്റേഷൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോയ മന്ത്രി സ്ട്രെച്ചറിൽ എത്തിയതിൻ്റെ ഗൂഢാലോചനയുടെ തുടക്കമെന്ന് പറയുന്നത് സ്പീക്കർ AN ഷംസീർ നൽകിയ ഉപദേശമാണ്. AN ഷംസീർ രചിച്ച തിരക്കഥയിൽ നിന്നാണ് മന്ത്രിയുടെ കഴുത്തിന് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു എന്ന തരത്തിലും അതിനുശേഷം മന്ത്രിയെ ICUവിൽ ഉൾപ്പെടെ പ്രവേശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നാടകങ്ങളുടെ എല്ലാം തിരക്കഥകൾക്ക് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ സന്ദർശനമുണ്ടാകുന്നു. CPM സംസ്ഥാന സെക്രട്ടറി പ്രസ്താവന ഇറക്കുന്നു. DYFI സംസ്ഥാന സെക്രട്ടറി പ്രസ്താവന ഇറക്കുന്നു. CPMന്റെ മുഴുവൻ മന്ത്രിപരിവാരങ്ങളും പ്രസ്താവനകൾ ഇറക്കുന്നു. ഇതിൽ എല്ലാ പ്രസ്താവനകളും നമ്മൾ പരസ്പരം പരിശോധിക്കുകയാണെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളാണ് ഓരോ ആളുകളും നടത്തുന്നത്. ആദ്യത്തെ പ്രസ്താവനയിൽ പറയുന്നു മന്ത്രിയുടെ കഴുത്ത് പിടിച്ചു ഞെരിച്ചു. രണ്ടാമത്തെ മറ്റൊരു പ്രസ്താവനയിൽ പറയുന്നു കഴുത്തിന് കുത്തി. മൂന്നാമത്തെ പ്രസ്താവനയിൽ പറയുന്നു മന്ത്രിയെ പിടിച്ച് തള്ളി. ഇത്തരത്തിൽ വൈരുദ്ധ്യങ്ങളായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നിനു പുറകെ ഒന്നായി CPM നേതാക്കന്മാർ എല്ലാം പറയുമ്പോൾ ഈ പറയുന്ന വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ, കള്ളമായിട്ടുള്ള ആരോപണങ്ങൾ നടത്തിക്കൊണ്ട് ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ ആരോഗ്യ വകുപ്പിനെ കരകയറ്റാമെന്നാണ് CPM നിശ്ചയിക്കുന്നതെങ്കിൽ അതിന് കേരളീയ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്ന് പറയാൻ KSU ആഗ്രഹിക്കുകയാണ്. കണ്ണൂരിൽ ഉണ്ടായത് വ്യാജ ഏറ്റുമുട്ടലെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. മന്ത്രിക്ക് പരിക്ക് പറ്റിയിട്ടില്ല എന്ന് പറയുന്നില്ല, സമര നാടകമാണ് നടക്കുന്നത്. പിണറായി സർക്കാരിലെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു VD സതീശനെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് അടിസ്ഥാനപരമായ പല കാര്യങ്ങളിലും ഒരേ നിലപാടുള്ള രണ്ട് മുന്നണികൾ LDFും UDFും ഈ തെരഞ്ഞെടുപ്പായതുകൊണ്ട് അവരൊരു വ്യാജ ഏറ്റുമുട്ടൽ നടത്തുക, ഒരു ഷേഡോ ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത്. ശബരിമല പോലുള്ള നിർണായകമായ വിഷയങ്ങളിൽ കൈ പൊള്ളിയിരിക്കുകയാണ് രണ്ട് മുന്നണികൾക്കും. അപ്പൊ കിട്ടിയ ഏതെങ്കിലും ഒരു വടി വെച്ച് പരസ്പരം അടിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. LDFും UDFും തമ്മിൽ നടക്കുന്നത് ഒരു വ്യാജ ഏറ്റുമുട്ടൽ മാത്രമാണ്. കേരളത്തിൽ പല കാര്യങ്ങളിലും LDFനും UDFനും ഒരേ നിലപാട്. കയ്യേറ്റം ഏൽക്കാനുള്ള സാധ്യത ഉണ്ടാവാം. ഞാൻ കയ്യേറ്റം ഏറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ ആരോഗ്യ മന്ത്രിയാണ്. അവർക്ക് വിശദമായിട്ട് ആരോഗ്യ പരിശോധന നടത്തിയിട്ട് എന്താണ് അവർക്ക് പറ്റിയിട്ടുള്ളതെന്ന് ജനങ്ങളോട് അവർ പറയണം. കോൺഗ്രസ് അത് തെറ്റാണെങ്കിൽ, സംഭവിച്ചത് തെറ്റാണെന്ന് കോൺഗ്രസ് പറയാൻ തയ്യാറാണ്. അല്ലാതെ ഇതിൽ BJPക്ക് ഒരു കാര്യമില്ല. കാരണം 5 KSUക്കാർ പോയിട്ട് ആർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് ശരിയാണോ എന്നുള്ളത് UDFും, അങ്ങനെ അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ശാസ്ത്രീയമായി ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം LDFിനുണ്ട്. കാരണം ആരോഗ്യ മന്ത്രിയാണ്. ബാക്കിയുള്ള 3-4.5 കോടി ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെന്താണ് പരിക്ക് പറ്റിയത്, എന്താണ്, എവിടെയാണ് ശരീരത്തിൽ ക്ഷതമേറ്റത്, അതൊക്കെ ഇപ്പോൾ കണ്ടുപിടിക്കുകയല്ല. സ്കാനിങ് ഉണ്ട്, പല ശാസ്ത്രീയ പരിശോധന. അത് കഴിഞ്ഞ് ജനങ്ങളോട് പറയട്ടെ, മെഡിക്കൽ ബുള്ളറ്റിൻ അവർ പറയട്ടെ, നല്ല ഡോക്ടർമാർ. ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് KSU മന്ത്രിയെ ശാരീരികമായി ആക്രമിച്ചുവെന്ന ആരോപണം ശക്തമായിരിക്കെയാണ് ദൃശ്യം പുറത്തുവിട്ടത്. വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ഹാജരാക്കുന്നവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷികം. കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ജോണി ചെക്കിട്ടയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത്തരമൊരു ഓഫർ വെച്ചത്. ഇത്രയും വലിയ നടിയാണ് ആരോഗ്യമന്ത്രിയെന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് രമേശ് ചെന്നിത്തല. അഭിനയത്തിന്റെ കാര്യത്തിൽ MV ഗോവിന്ദനും ആരോഗ്യമന്ത്രിയും മത്സരിക്കുകയാണ്. DYFI പ്രവർത്തകനെ പോലെയാണ് സ്പീക്കർ പെരുമാറിയതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു.
തിരുവനന്തപുരം വെമ്പായത്ത് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. 6 പ്രവർത്തകർക്ക് പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ UDFന്റെ ഫ്ലക്സ് ബോർഡ് തകർത്തിരുന്നു. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വെമ്പായത്ത് പ്രകടനം നടത്തി. തുടർന്നാണ് ഇരു വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായത്. സർക്കാർ ഡോക്ടർമാരുടെ സമരത്തിൽ ആരോഗ്യ വകുപ്പിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. സമരം OP വിഭാഗത്തെ ബാധിക്കില്ലെന്ന് ഉറപ്പാക്കണം. സമരത്തിന്റെ പേരിൽ രോഗികൾക്ക് സേവനം നിഷേധിക്കപ്പെടരുതെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. സർക്കാർ ഡോക്ടർമാരുടെ OP ബഹിഷ്കരണ സമരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് അവശ്യ ആരോഗ്യ സർവീസ് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ജനങ്ങൾക്ക് ആരോഗ്യ സർവീസ് ഉറപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും കോടതി സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, സമരത്തിന്റെ പേരിൽ രോഗികൾ ബുദ്ധിമുട്ടിലാകാനുള്ള സാഹചര്യം ആകരുത്. അതുപോലെ ആശുപത്രികളിൽ OP വിഭാഗം, സർക്കാർ ആശുപത്രികളിൽ OP വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടോ, അതിന് കൃത്യമായ സേവനങ്ങൾ നൽകുന്നുണ്ടോ എന്നും ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഒരാഴ്ചയ്ക്കകം ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ മറുപടി നൽകണം. ആരോഗ്യ വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം തേടി ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയെയും സ്പീക്കർ AN ഷംസീറിനെയും ഒഴിവാക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി പട്ടിക CPM സംസ്ഥാന നേതൃത്വം പുനഃപരിശോധിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ PBയിൽ നിന്ന് മറ്റാരെങ്കിലും മത്സരിക്കുമോ എന്നും നാളെ ചേരുന്ന PB യോഗം തീരുമാനിക്കും. മറ്റന്നാൾ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ നേതൃത്വം നൽകിയ പട്ടിക പരിശോധിക്കും. CPMന് ജില്ലാ സെക്രട്ടറികൾ ചേർന്നാണ് സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രാഥമിക രൂപം തയ്യാറാക്കുന്നത്. സംസ്ഥാന നേതാക്കൾ അടക്കം പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ചേർന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പട്ടികയിലാണ് KK ശൈലജയുടെ പേര് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. KK ശൈലജയുടെയും അതുപോലെ തന്നെ തലശ്ശേരി MLA കൂടിയായ സ്പീക്കർ AN ഷംസീറിന്റെ പേരുകൾ കണ്ണൂരിൽ നിന്നുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് ന്യായീകരണമായ നേതാക്കൾ പറയുന്നത് 2 ടേം വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. 2 ടേം വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഈ നേതാക്കളുടെ പേര് ഉൾപ്പെടുത്താത്തത്. തലശ്ശേരിയിൽ ഷംസീറിന് പകരം ജില്ലാ സെക്രട്ടറി അംഗം കാരായ രാജിന്റെ പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മട്ടന്നൂരിൽ ശൈലജയ്ക്ക് പകരം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ 2 മണ്ഡലങ്ങളിലെ കാര്യവും സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനം അറിയിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ശൈലജയും ഷംസീറും മത്സരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വ നിലപാട് നിർണായകമാകും. 27നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ജില്ലകളിൽ നിന്നുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയുടെ പ്രാഥമിക പട്ടികകൾ സംസ്ഥാന നേതൃത്വം പരിഗണിക്കും, പരിശോധിക്കും. അതിനുശേഷം വേണ്ട മാറ്റങ്ങൾ വരുത്തി വീണ്ടും ജില്ലകളിൽ ചർച്ചയ്ക്ക് വിടുകയും ചെയ്യും. അതിനു മുമ്പ് തന്നെ നാളെ CPMന്റെ പൊളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നുണ്ട്. പൊളിറ്റ് ബ്യൂറോയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മത്സരിക്കാനുള്ള അനുമതി സാങ്കേതികമാണത്. എങ്കിൽ പോലും ആ അനുമതി പൊളിറ്റ് ബ്യൂറോ യോഗം നൽകും. പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് മറ്റാരെങ്കിലും മത്സരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ കാര്യത്തിലും ഒരുപക്ഷെ ആ യോഗത്തിൽ ധാരണയായേക്കാം. ഏതായാലും KK ശൈലജയെ ഒഴിവാക്കിക്കൊണ്ടൊരു പട്ടിക അവിടെ നിന്ന് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് CPMന്റെ വലിയൊരു വിഭാഗം നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും CPM പരിഗണിക്കണമെന്ന ആവശ്യം പല കോണുകളിൽ ഉയർന്നു വന്ന പേരാണ് KK ശൈലജ. ശൈലജയെ ഒഴിവാക്കിയാൽ വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്ന ആശങ്ക ചില നേതാക്കൾക്കെങ്കിലും ഉണ്ട്. മറ്റു ജില്ലകളിലൊന്നും ഈ 2 ടേം വ്യവസ്ഥ, തിരുവനന്തപുരവും കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകൾ ഈ 2 ടേം നിബന്ധന പാലിച്ചിട്ടുമില്ല. അവിടെയൊക്കെ ജയസാധ്യത എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം മാത്രം പരിഗണിച്ചുകൊണ്ടാണ് പട്ടികകൾ തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ മാത്രമായി 2 ടേം എന്ന നിബന്ധന നിലനിൽക്കില്ല. അങ്ങനെയെങ്കിൽ ശൈലജയെ വീണ്ടും മത്സരിച്ചേക്കും. ഒരുപക്ഷെ മണ്ഡലം മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പേരാവൂരിൽ ശൈലജയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം CPMന്റെ നേതൃതലത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ മട്ടന്നൂരിൽ സനോജ് മത്സരിക്കുകയും ശൈലജയെ പേരാവൂരിലേക്ക് അയക്കുകയും ചെയ്യാനുള്ള സാധ്യതയും CPM പരിശോധിക്കും. ഷംസീറിന്റെ കാര്യത്തിലും AN ഷംസീറിന്റെ കാര്യത്തിലും പുനരാലോചന ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് CPMന്റെ സൈബർ വിഭാഗത്തെ നയിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ MV നികേഷ് കുമാറിന്റെ പേര് കണ്ണൂരിലെ ഒരു മണ്ഡലങ്ങളിലേക്കും CPM പരിഗണിച്ചില്ല എന്നുള്ളതാണ്. നികേഷ് കുമാറിന്റെ പ്രവർത്തനത്തിൽ സൈബർ സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെ ഏകോപിപ്പിക്കുന്നതിൽ നികേഷ് കുമാറിന് വീഴ്ചയുണ്ടാകുന്നു, സൈബർ പ്രചരണങ്ങൾ പാളുന്നു എന്ന വിമർശനം CPMനുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാകണം ഒരുപക്ഷെ നികേഷ് കുമാർ തളിപ്പറമ്പിൽ MV ഗോവിന്ദിന് പകരം സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന ഉണ്ടായിരുന്നെങ്കിലും ഒരു മണ്ഡലത്തിലും നികേഷ് കുമാറിന്റെ പേര് CPM ജില്ലാ നേതൃത്വം ഉൾപ്പെടുത്തിയിട്ടില്ല. സംസ്ഥാന നേതൃത്വം അതിന് തയ്യാറാകുമെന്ന് കരുതാൻ വയ്യ. ഏതായാലും അതിനൊപ്പം തന്നെയാണ് ഈ തളിപ്പറമ്പിലേക്ക് MV ഗോവിന്ദിന് പകരം PK ശ്യാമളയുടെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവും
MV ഗോവിന്ദന്റെ ജീവിത പങ്കാളിയുമായ PK ശ്യാമളയുടെ പേര് അവിടെ നിന്ന് ജില്ലാ നേതൃത്വം മുന്നോട്ട് വച്ചെങ്കിലും വലിയ വിമർശനം എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് ആ പേര് ഒഴിവാക്കുകയാണ് CPM ചെയ്തത്. അവിടെ N സുകന്യ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിയായ N സുകന്യയെ സ്ഥാനാർത്ഥിയാക്കാനാണ് CPMന്റെ ആലോചന. ഏതായാലും ഈ നിർദ്ദേശങ്ങളൊക്കെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം പരിഗണിക്കും. അടുത്തയാഴ്ച സംസ്ഥാന സമിതി ചേർന്നാകും സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുക. തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയെ മത്സരിപ്പിക്കാൻ CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണ. ഉദുമയിൽ സിറ്റിംഗ് MLA CH കുഞ്ഞമ്പു വീണ്ടും ജനവിധി തേടും. കാസർഗോഡ് സീറ്റ് INL-ൽ നിന്ന് CPM ഏറ്റെടുത്താൽ ഷാനവാസ് പാദൂരിനെ LDF സ്വതന്ത്രനായി മത്സരിപ്പിച്ചേക്കും. അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാക്കാനാണ് ആലോചന. 5 മണ്ഡലങ്ങളുള്ള കാസർഗോട്ട് മഞ്ചേശ്വരത്തും ഉദുമയിലും തൃക്കരിപ്പൂരിലും കാലങ്ങളായി CPM ആണ് മത്സരിക്കാറുള്ളത്. ഇത്തവണ ഉദുമയിൽ CH കുഞ്ഞമ്പു MLA തന്നെ ഒരു വട്ടം കൂടി ജനവിധി തേടട്ടെ എന്ന തീരുമാനമാണ് സെക്രട്ടേറിയറ്റിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം തൃക്കരിപ്പൂറാണ് ഇടതിന്റെ ഉരുക്കുകോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമുള്ളത്. ഇതിൽ M രാജഗോപാലൻ MLA 2 ടേം പൂർത്തിയായിരിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം ജില്ലാ സെക്രട്ടറി കൂടിയാണ് എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റുന്നത്. അതിന് പകരം VPP മുസ്തഫയെ ഈ തൃക്കരിപ്പൂർ മത്സരിപ്പിക്കാനാണ് ധാരണയുള്ളത്. എന്തായാലും കാഞ്ഞങ്ങാട് CPIക്കാണ് കാലങ്ങളായി സീറ്റ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കാഞ്ഞങ്ങാട് മത്സരിപ്പിക്കുമെന്നാണ് നേരത്തെയൊക്കെ വന്ന വിവരം. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് മഞ്ചേശ്വരത്താണ്. നമുക്കറിയാം മഞ്ചേശ്വരത്ത് BJP ഏറ്റവും വലിയ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ്. 2ാം സ്ഥാനത്താണ് ഇവിടെ BJP. അതുപോലെ തന്നെ കാസർഗോട്ടും BJP 2ാം സ്ഥാനത്താണ്. ഇവിടെ 2 സ്ഥലത്തും കാസർഗോട്ടും മഞ്ചേശ്വരത്തും CPMനെ സംബന്ധിച്ചിടത്തോളം 3ാം സ്ഥാനത്തുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കാലങ്ങളായി കാസർഗോട്ട് INL-ലാണ് നൽകാറുള്ളതെങ്കിലും ഇത്തവണ LDF സ്വതന്ത്രനായ ഷാനാസ് പാദൂറിനെ കാസർഗോട്ടേക്ക് പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അത് പക്ഷേ INL ഏത് തരത്തിൽ പ്രതികരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചർച്ച വന്നാൽ INL-നെ മഞ്ചേശ്വരത്ത് നൽകും. അതല്ലെങ്കിൽ ഷാനാസ് പാദൂറിനെ ആയിരിക്കും മഞ്ചേശ്വരത്ത് മത്സരിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത മഞ്ചേശ്വരത്ത് LDF സ്വതന്ത്രനായി ഷാനാസ് പാദൂർ മത്സരിക്കും എന്ന് തന്നെയാണ്. ഷാനാസ് പാദൂർ നേരത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയി ഉണ്ടായിരുന്ന ഒരാളാണ്. എന്തായാലും അദ്ദേഹത്തെ മഞ്ചേശ്വരത്ത് മത്സരിപ്പിക്കാനാണ് ഏകദേശം ധാരണയുള്ളത്. ഉദുമയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇത്തവണ വലിയ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ്. ലക്ഷ്യ ക്യാമ്പിൽ ഉൾപ്പെടെ ഉദുമ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന ഒരു വിലയിരുത്തലൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കേണ്ടതില്ല. CH കുഞ്ഞമ്പു MLA തന്നെ വീണ്ടും തുടരട്ടെ എന്ന ഐക്യകണ്ഠേനയുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. അതിൽ വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃക്കരിപ്പൂരിന്റെ സാഹചര്യവും VPP മുസ്തഫയെ ഒരു വെല്ലുവിളി മറ്റൊരാൾ ഉയർത്തും എന്നല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന സാധ്യത വളരെ കുറവാണ്. പക്ഷേ കാസർഗോഡും മഞ്ചേശ്വരത്തിൻ്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം കൃത്യമായി വരേണ്ടത്. INL-ന് ഷാനാസ് പാദൂറിന് കാസർഗോഡ് മത്സരിപ്പിക്കുകയാണെങ്കിൽ ആ സീറ്റ് വെച്ച് മാറും, മഞ്ചേശ്വരത്ത് INL നൽകും. അതല്ലെങ്കിൽ ഷാനാസ് പാദൂറിന് തന്നെ മഞ്ചേശ്വരത്ത് മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് പ്രാഥമികമായ ഒരു പട്ടിക മാത്രമാണ്. ഇതിൽ ഒരു അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയുടേതാണ് വരേണ്ടത്. എന്തായാലും അത് ആ നിലയിൽ ഉടൻ തന്നെ ഇത്തരം കാര്യങ്ങൾ തീരുമാനമുണ്ടാകും. ഏതായാലും നിലവിലെ ഒരു സാഹചര്യം ഇതാണ്. 3 ഇടങ്ങളിൽ CPM നേരിട്ട് മത്സരിക്കും. ഒരിടത്ത് CPI മത്സരിക്കും, മറ്റൊരിടത്ത് INL മത്സരിക്കും. എന്തായാലും ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനമുള്ളത്. KB ബൈജു, News 18 കാസർഗോഡ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യ ഹർജിയിൽ വിധി നാളെ. ദ്വാരപാലക ശില്പക്കേസിലെ സ്വാഭാവിക ജാമ്യ ഹർജിയാണ് വിജിലൻസ് കോടതി പരിഗണിച്ചത്. നേരത്തെ കട്ടിളപ്പാളി കേസിൽ ബൈജുവിന് സ്വാഭാവിക ജാമ്യം കിട്ടിയിരുന്നു. ദ്വാരപാലക ശില്പക്കേസിലും ജാമ്യം ലഭിച്ചാൽ നാളെ ജയിൽ മോചിതനാകും. കേരള സ്റ്റോറി 2ന്റെ പ്രദർശനാനുമതി തടയണമെന്ന ഹർജിയിൽ കോടതി വീണ്ടും വാദം കേൾക്കും. നാളെ റിലീസ് നിശ്ചയിച്ചതിനാൽ പ്രതികൂല വിധി ഉണ്ടായാൽ മേൽക്കോടതിയെ സമീപിക്കാൻ സമയം വേണമെന്നായിരുന്നു നിർമ്മാതാക്കളുടെ ആവശ്യം. നേരത്തെ തീർപ്പാക്കണം എന്ന ആവശ്യം കോടതി തള്ളിയിരുന്നു. ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, നേരത്തെ കോടതി ചിത്രം നേരിട്ട് കാണാനൊക്കെ തീരുമാനിച്ചതാണ്. പക്ഷേ ഇപ്പോൾ വാദം കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇന്ന് 2 മണിക്ക് തന്നെ തീരുമാനമുണ്ടാകുമോ? രഞ്ജിത്ത്, അടിയന്തരമായി ഈ കേരള സ്റ്റോറി 2-ന്റെ ഹർജി പരിഗണിക്കണം. അതായത് പ്രദർശനാനുമതി തേടിക്കൊണ്ടുള്ള ഹർജി പരിഗണിക്കണമെന്ന ആവശ്യം അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യമാണ് ഇന്ന് കോടതി രാവിലെ തള്ളിയത്. അതിനുശേഷം 9:45 പരിഗണിക്കാമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. മാത്രമല്ല മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യവും സമയവും വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നിർമ്മാതാക്കൾ
ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കോടതി 2 മണിക്ക് ഇന്ന് കോടതി ഹർജി പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് തുടർവാദം കേൾക്കാനുണ്ട്. വാദം കേട്ട ശേഷമായിരിക്കും ഉത്തരവുണ്ടാവുക. കേരള സ്റ്റോറി സിനിമ മുഴുവൻ കാണാനുള്ള സമയമില്ലാത്തതോടെ ടീസറിന്റെ പരിഭാഷ കണ്ടായിരിക്കും അതിൽ തീരുമാനമെടുക്കുക എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഹർജിക്കാരുടെ വാദങ്ങൾ തള്ളിക്കളയാനാകില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാദങ്ങളിലൊക്കെ കോടതി എടുത്തു പറയുന്നുണ്ട് കേരളം മതേതരത്വത്തിൻ്റെ നാടാണ്, മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ സിനിമയിലൂടെ ആണെങ്കിൽ പോലും പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് കോടതി പറയുന്നുണ്ട്. സിനിമ കലാകാരൻ്റെ കലാരൂപമാണ്, കലാസൃഷ്ടിയാണ്, അതിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ആവർത്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട സാഹചര്യമില്ല എന്ന് കോടതി ആവർത്തിക്കുമ്പോഴും ഇത് മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടോ, അതല്ലെങ്കിൽ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നുള്ള ടാഗ് ലൈനോട് കൂടിയാണ് കേരള സ്റ്റോറി റിലീസ് ചെയ്യുന്നത്. അതേസമയം കേരളത്തിൽ നിന്നുള്ള ഒറ്റ സ്ത്രീ പോലും ലവ് ജിഹാദിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നില്ല. അതായത് കേരള സ്റ്റോറിയുടെ നിർമ്മാതാക്കൾ പ്രസന്റ് ചെയ്തിരുന്ന 30 സ്ത്രീകളിൽ ഒരാൾ പോലും കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്ന ആളുകളിൽ പെടുന്നില്ല എന്നായിരുന്നു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ശ്രീദേവ് നമ്പൂതിരിയുടെ ഹർജി കോടതിയിലെത്തിയതും. ഇത് കേരളത്തിന്റെ മതസ്പർദ്ധയെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകുന്നുവെന്നായിരുന്നു പ്രധാനമായ ഹർജിക്കാരന്റെ വാദം. ആ വാദത്തിന് തള്ളിക്കളയാനാകില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ നേരത്തെ മറ്റ് സിനിമകൾ, അത് ഹാൽ ഉൾപ്പെടെയുള്ള സിനിമകളിൽ ചില പരാമർശങ്ങൾ നമുക്കറിയാം. രാഖി അല്ലെങ്കിൽ സംഘം കാവലുണ്ട് തുടങ്ങിയ പരാമർശങ്ങളുണ്ട്. ബീഫ് ബിരിയാണി കഴിക്കുന്ന സാഹചര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തന്നെയാണെന്നാണ്, അത് തന്നെ കേരള സ്റ്റോറിക്കും ബാധകമാണ് എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സൺഷൈൻ പിക്ചേഴ്സ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതേസമയം മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സീൻ പോലും കേരള സ്റ്റോറിയിൽ ഇല്ല എന്ന് തന്നെയാണ് നിർമ്മാതാക്കളുടെ വാദം. അത്തരം അങ്ങനെ ഒരു അഫിഡവിറ്റാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. എന്തായാലും വിശദമായ വാദം, തുടർവാദം കേൾക്കും. 2 മണിക്ക് കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കും. അതിനുശേഷമായിരിക്കും കേരള സ്റ്റോറിയുടെ പ്രദർശനാനുമതി തേടിയുള്ള ഹർജിയിൽ വിധിയുണ്ടാവുക. 2 മണിക്ക് തുടർവാദം കേൾക്കാനാണ് കോടതി കേസ് പരിഗണിക്കുന്നത്. ഇന്ന് രാവിലെ പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അടിയന്തര ആവശ്യം നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചിരുന്നെങ്കിലും അത് കോടതി പരിഗണിച്ചില്ല. 2 മണിക്ക് വീണ്ടും കേസ് പങ്കുവച്ചു. വെള്ളാപ്പള്ളിക്ക് പത്മ പുരസ്കാരം നൽകിയത് ചോദ്യം ചെയ്ത ഹർജിയിൽ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി. 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണം. വെള്ളാപ്പള്ളി ഉൾപ്പെടെ എല്ലാ എതിർകക്ഷികൾക്കും ഹൈക്കോടതി നോട്ടീസും അയച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടുകളുടെ തറക്കല്ലിടൽ അല്പസമയത്തിനകം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് തറക്കല്ലിടുക. മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റയിൽ 50 വീടുകളാണ് ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിക്കുന്നത്. ജയരാജ് ബത്തേരി വിവരങ്ങൾ പങ്കുവെക്കും. ജയരാജ്, അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധി അവിടെ വയനാട്ടിലെത്തി എന്നാണ് മനസ്സിലാകുന്നത്. രാഹുലും പ്രിയങ്കയും ഒപ്പമാണ് എത്തിയതെന്ന് മനസ്സിലാകുന്നു. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കോൺഗ്രസ് വിഭാവനം ചെയ്ത വീടുകളുടെ ശിലാസ്ഥാപനമാണ് അല്പനിമിഷങ്ങൾക്കുള്ളിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ നിർവഹിക്കുക. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവരിവിടെ സ്ഥലത്തെത്തിപ്പെടുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. 2 മണിയോടെ തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ദുരന്തബാധിതർക്കുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് വിഭാവനം ചെയ്തിട്ടുള്ള ഏതാണ്ട് 50ഓളം വീടുകളുടെ ഒരു ശിലാസ്ഥാപനമാണ് നടക്കുന്നത്. 100ഓളം വീടുകളാണ് കോൺഗ്രസ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഈ വീടുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ശിലാസ്ഥാപനമാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ നടക്കുക. ഈ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഇവിടെ മുൻ MP ആയിരുന്ന രാഹുൽ ഗാന്ധി ഉള്ള സമയത്തായിരുന്നു ഈ ഒരു സംഭവം നടന്നതെന്നുള്ളത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയാണ് ഇവിടെ ഈ ഒരു ശിലാസ്ഥാപനം നടത്തുന്നത്. മുഖ്യ അതിഥിയായി പ്രിയങ്ക ഗാന്ധി ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ നേതാക്കളും, സംസ്ഥാന ദേശീയ തലത്തിലുള്ള നേതാക്കളെല്ലാം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് നമുക്കറിയുന്നത്. ഏതാണ്ട് 1000 സ്ക്വയർ ഫീറ്റിൽ, അതായത് 8 സെന്റ് സ്ഥലത്താണ് ഇവിടെ വീട് ഒരുങ്ങുന്നത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീടുകളാണ് ഇവിടെ ഒരുങ്ങുന്നത് എന്നാണ് ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ
തന്നെ ഈ ചൂരൽമല ദുരന്തത്തിൽ കടകളും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെട്ടവർക്കുള്ള ഒരു 5 ലക്ഷം രൂപയുടെ വിതരണവും കൂടി ഈ ഒരു ചടങ്ങിൽ നടക്കും എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നേതാക്കൾ ഓരോ ആളുകളായിട്ട് എത്തിപ്പെടുന്നുണ്ട്. വി.ഡി. സതീശൻ എത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയുന്നത്. എന്നാൽ കേന്ദ്ര നേതാക്കളായ A.P. അനിൽകുമാർ തുടങ്ങിയുള്ള ആളുകളെ അത്തരത്തിലുള്ള വേണുഗോപാൽ അങ്ങനെയുള്ള ആളുകളെല്ലാം ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ഇതിന്റെ ശിലാസ്ഥാപനം നടക്കും. രഞ്ജിത്ത്. ശരി ജയരാജ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന ആദ്യഘട്ട വീടുകളുടെ താക്കോൽദാനം ഈ മാസം 28-ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധി മുഖ്യ അതിഥിയാകും. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കായി മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതിയിലെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ആകെ നിർമ്മിക്കുന്ന 105 വീടുകളിൽ 51 വീടുകളുടെ താക്കോൽദാനം ഈ മാസം 28-ന് ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടക്കും. ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം മെയ് മാസത്തോടെ പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറാനാണ് ലക്ഷ്യമിടുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ താക്കോൽദാനം നിർവഹിക്കുന്ന ചടങ്ങിൽ പ്രിയങ്ക ഗാന്ധി MP മുഖ്യാതിഥിയാകും. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ ഉപനേതാവുമായ P.K. കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാനത്തെ മറ്റ് പ്രധാന നേതാക്കൾ, MP-മാർ, MLA-മാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തബാധിതർക്ക് 105 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആദ്യഘട്ടത്തിൽ 51 വീടുകളുടെ താക്കോൽദാന കർമ്മമാണ് ഈ ഫെബ്രുവരി 28-ന് നിർവഹിക്കാൻ പോകുന്നത്. ലീഗ് നിർമ്മിച്ചു കൊടുക്കുന്ന വീടിൻ്റെ ഒരു പ്രത്യേകത, നേരത്തെയൊക്കെ സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന വീടെന്ന് പറഞ്ഞാൽ 600 സ്ക്വയർ ഫീറ്റ് വീടായിരുന്നു. തങ്ങൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീട് 1000 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും എന്നാണ്. അപ്പോൾ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് 1100 സ്ക്വയർ ഫീറ്റ് ആവുന്ന ഒരു രീതിയിലേക്കാണ് നിർമ്മാണം പൂർത്തിയായത്. മേപ്പാടിക്കടുത്ത് സംസ്ഥാന പാതയോരത്തെ വെള്ളിത്തോട് എന്ന പ്രദേശത്താണ് അതിനൂതന സൗകര്യങ്ങളോടെ ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 1064 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഓരോ വീടുകളിലും 3 ബെഡ്റൂമുകൾ, ഹാൾ, സിറ്റ്-ഔട്ട്, കിച്ചൺ, വർക്ക് ഏരിയ, 2 ബാത്റൂമുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഭാവിയിൽ ഒരു നില കൂടി പണിയാൻ സാധിക്കുന്ന വിധത്തിൽ ശക്തമായ അടിത്തറയോടെയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മഞ്ചേരിയിലെ നിർമ്മൽ കൺസ്ട്രക്ഷൻ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. ഫാൻ, വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ, പൂച്ചട്ടികൾ തുടങ്ങിയവയും ഇതോടൊപ്പം നൽകുന്നുണ്ട്. കൂടാതെ കുടിവെള്ളത്തിന് കിണർ സൗകര്യവും ജലനിധിയുടെ വെള്ളവും ലഭ്യമാക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടക്കുന്ന ഇഫ്താർ വിരുന്നോടെയാകും പരിപാടികൾ സമാപിക്കുക. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ പാലക്കാട് രൂപത റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാത്തതിൽ നിഗൂഢതയുണ്ടെന്ന് രൂപത വികാരി ജനറൽ ഫാദർ ജിജോ ചാലക്കൽ പറഞ്ഞു. പലരും നടപ്പാക്കിയെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു. റിപ്പോർട്ടൊന്ന് പബ്ലിഷ് ചെയ്ത് എല്ലാവരും കാണാനുള്ള ഒരു സംവിധാനം ഇതുവരെയും ചെയ്തിട്ടില്ല. അതിനകത്ത് അത് ആണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇവർ ചെയ്യേണ്ടില്ല. ഗവൺമെന്റ് അത് പറയുന്നില്ല. എന്താണ് അതിന്റെ പ്രശ്നമെന്നോ അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്താൽ എന്തെങ്കിലും മറ്റു വിഷയങ്ങളുണ്ടോന്നോ ഒന്നും ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഇതിനകത്ത് പല കാര്യങ്ങളും അവർ നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്കും ഇന്നത് നിഗൂഢമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇന്നും നിഗൂഢമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. എറണാകുളത്ത് വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ പിടിയിൽ. കൊല്ലത്ത് നിന്ന് ആണ് ഷംനാദ്, ഇർഷാദ് എന്നിവർ പിടിയിലായത്. എറണാകുളം നോർത്ത് സ്റ്റേഷൻ ASI PN സന്തോഷിനാണ് പരിക്കേറ്റത്. ബോണറ്റിലേക്ക് വീണ സന്തോഷുമായി കാർ മുന്നോട്ട് പായുകയും ബ്രേക്ക് ഇട്ടതോടെ തെറിച്ചു വീഴുകയുമായിരുന്നു. വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. വിവിധ CCTV-കൾ നടത്തിയ പരിശോധനയിലാണ് കൊല്ലത്ത് നിന്നും ഈ വാഹനം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിൽ 2 പേരെ പോലീസ് പിടികൂടുകയും ചെയ്തിരിക്കുന്നു. ഷംനാദ്, ഇർഷാദ് എന്നിവരെയാണ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഇവരെ കൊച്ചിയിലേക്ക് ഉടനെ തന്നെ കൊണ്ടുവരും. അവരെ വിശദമായി ചോദ്യം ചെയ്ത് എന്താണ് ഈ സാഹചര്യം, വണ്ടി നിർത്താതെ കടന്നു കളയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. പരിക്കേറ്റ നോർത്ത് പോലീസിലെ ASI സന്തോഷിന്റെ നില തൃപ്തികരമാണ്. ഗുരുതരമായിട്ടൊന്നും അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടില്ല. കൈക്കും കാലിനുമൊക്കെ ആയിട്ടാണ് പരിക്ക് ഉണ്ടായിരിക്കുന്നത്. അത് ഇപ്പോഴും ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് കലൂർ ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം. പോലീസ് പെട്രോളിങ്ങിന് ഇടയിലാണ് ഈ വാഹനത്തിന് കൈ കാണിക്കുകയും ആദ്യം ഒന്ന് പോലീസിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഒന്ന് സ്ലോ ചെയ്ത് പിന്നീട് അമിത വേഗത്തിലേക്ക് എടുത്തു പോവുകയുമായിരുന്നു. മുൻപിലുണ്ടായിരുന്ന ASIയെ മുമ്പിലൂടെ ആയിരുന്നു ഈ വാഹനം അതിശക്തമായി തന്നെ അല്ലെങ്കിൽ വേഗത്തിൽ തന്നെ കടന്നുപോയത്.
ബോണറ്റിലേക്ക് വീഴുകയായിരുന്ന ASIയെ 20 മീറ്ററോളം ദൂരത്തേക്ക് കൊണ്ടുപോയ ശേഷം ASI തെറിച്ചു വീഴുകയായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തിനെ ആശുപത്രിയിൽ എത്തിച്ചു. എന്തായാലും എന്തിനാണ് ഇവർ ഈ വാഹനം നിർത്താതെ കടന്നുപോയത് എന്നതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഇടാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രോഗിയുടെ തലയിൽ ചക്ക വീണ് പരിക്ക്. ഓമലൂർ സ്വദേശി N. ഗംഗാധരൻ നായർക്കാണ് പരിക്ക് പറ്റിയത്. അത്യാഹിത വിഭാഗത്തിന് മുൻപിലുള്ള പ്ലാവിൽ നിന്നാണ് ചക്ക അടർന്നു വീണത്. ചക്ക വീണതോടെ ഗംഗാധരൻ നായർ ബോധരഹിതനായി. സംഭവത്തിൽ വ്യാപക പ്രതിഷേധമുയർന്നു. ചക്ക കെട്ടി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. എങ്ങനെയാണ് ഈ സമരം? ഇന്നലെ നടന്നൊരു പൊറോട്ട് നാടകം ഇവിടുത്തെ കേരള ജനതയും മാധ്യമപ്രവർത്തകരും എല്ലാം കണ്ടതാണ്. പക്ഷേ ഇന്ന് രാവിലെ ഒരു പാവപ്പെട്ട രോഗി ഇവിടെ ചികിത്സ തേടി ഈ ആരോഗ്യവകുപ്പ് ഈ ജനറൽ ആശുപത്രി മന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ജനറൽ ആശുപത്രിയിൽ ഒരു രോഗി ചികിത്സ തേടി വന്ന രോഗിയുടെ മുകളിൽ ചക്ക വീണു. ചക്ക വീണപ്പോൾ അധികൃതർ പറയുന്നത് യാതൊരുവിധ കുഴപ്പവുമില്ലെന്നാണ്. എന്നാൽ ഇന്നലെ KSU പ്രവർത്തകർ അടുത്തുപോലും എത്താതെ പോലും ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് പെടലി ഒടിച്ചു, കൈ പിടിച്ചു തിരിച്ചു, അവർ ICUവിലാണ്. സാധാരണ ജനങ്ങൾക്കൊരു നീതി, ആരോഗ്യമന്ത്രിക്ക് വേറൊരു നീതി. ഇതെന്ത് നീതി സർക്കാരെ എന്ന് ചോദിച്ചുകൊണ്ടുള്ള പ്രതീക്ഷാത്മക സമരവുമായിട്ടാണ് ഞങ്ങളിവിടെ ചക്ക കെട്ടി തൂക്കിയിട്ട് ഹെൽമറ്റുമായി ഇവിടെ വരുന്ന ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കുൾപ്പെടെ ഇവിടുത്തെ രോഗികൾക്കുൾപ്പെടെ സൗജന്യമായി ഹെൽമറ്റ് കൊടുക്കും. കാരണം ഈ ബിൽഡിങ്ങിൽ നിന്ന് വല്ല ബിൽഡിംഗ് വേസ്റ്റ് മെറ്റീരിയൽസോ ഈ ചക്കയോ പ്ലാവോ ഇത് വല്ല പൊട്ടി വീണ് കഴിഞ്ഞാൽ പണ്ട് കോട്ടയത്ത് നടന്ന പോലെ ഈ ബിൽഡിങ്ങിനടിക്ക് ആളില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ ആളില്ലെന്ന് പറഞ്ഞ് ഇവർ കൈയൊഴിയും. അതുകൊണ്ട് ഞങ്ങൾ പ്രതീകാത്മക ഒരു സമരമായി ഹെൽമറ്റുമായി വന്നത്. കൂടാതെ മന്ത്രിയുടെ വ്യാജ വീഡിയോ തെളിയിക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് സൗജന്യമായി കുഴിമന്തി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള സമരവുമാണ് ഇന്ന് ഇവിടെ നടത്തിയത്. അതാണ് എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോയിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റത്തിൽ കിഫ്ബി വഹിച്ച പങ്ക് വളരെ വലുതെന്ന് മന്ത്രി GR അനിൽ. ഗതാഗതക്കുരുക്കടക്കമുള്ള വിഷയങ്ങളിൽ കിഫ്ബി ഫണ്ട് വഴി മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുവെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഒരു പുതിയ കാൽവയ്പ്പാണ് കഴിഞ്ഞ 10 വർഷമായി നടന്നു വരുന്ന കിഫ്ബി വഴിയുള്ള വിവിധങ്ങളായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ. എണ്ണി പറയാവുന്ന നിരവധി പദ്ധതികൾ ഈ കാലയളവിൽ ആരംഭിക്കാനും പൂർത്തീകരിക്കാനും ആ പ്രവൃത്തികൾ വളരെ സജീവമായി മുന്നോട്ട് നയിക്കാനും കഴിഞ്ഞത് കിഫ്ബിയിലൂടെ ആ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ഇന്നത്തെ ഗതാഗത കുരുക്ക് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരത്തും അതുവഴി യാത്ര ചെയ്യുന്നവർക്കറിയാം. അപ്പം തിരക്ക് കുറയ്ക്കാൻ ഉള്ള ഏക മാർഗം മേൽപ്പാലങ്ങൾ അല്ലാതെ നമുക്ക് വസ്തുവിൻ്റെ അക്വിസിഷനും വീതി കൂട്ടുന്നതും പല പ്രദേശങ്ങളിലും പ്രായോഗികമായി നിരവധി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മേൽപ്പാലത്തിലേക്ക് കടക്കുന്നത്. നിരവധി മേൽപ്പാലങ്ങൾ ഈ ഗവൺമെൻറ് കാലത്ത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് കിഫ്ബി ഫണ്ടിലൂടെയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം കേരളത്തിന്റെ സമസ്ത മേഖലകളിലും കിഫ്ബി മാറ്റം കൊണ്ടുവന്നുവെന്ന് മന്ത്രി R. ബിന്ദു. തന്റെ മണ്ഡലത്തിൽ സ്കൂളുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാക്കാൻ കിഫ്ബി വഴി സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. മണ്ഡലത്തിൽ സ്കൂളുകളുടെ വികസനത്തിനും റോഡുകളുടെ വികസനത്തിനും ഒരു പാലത്തിനും കിഫ്ബിയിലൂടെ പദ്ധതികൾ തയ്യാറാക്കി. ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ നടവരമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായിട്ട് 7 കോടി രൂപയുടെ ഒരു പ്രധാന കെട്ടിടം ഏറ്റവും ആധുനിക മുഖച്ഛായയോടുകൂടി പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് അത് സ്കൂളിന് സമർപ്പിച്ചു. അതുപോലെ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിങ്ങാലക്കുട ടൗണിലുള്ള സ്കൂളാണ്. ആ സ്കൂളിന് 1 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബിയിലൂടെ ലഭിച്ചത്. ആ കെട്ടിടവും ത്വരിതഗതിയിൽ തന്നെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ സാധിച്ചു. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് വിസ്മയകരമായ കുതിച്ചുചാട്ടാണ് കിഫ്ബിയിലൂടെ നമുക്ക് സാധ്യമായിട്ടുള്ളത്. ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബിക്ക് ഏറ്റെടുക്കാൻ സാധിച്ചു. റോഡുകളും തോടുകളും പാലങ്ങളും ഓവർ ബ്രിഡ്ജുകളും സ്കൂൾ കെട്ടിടങ്ങളും ആശുപത്രി കെട്ടിടങ്ങളും എന്ന് വേണ്ട മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അടിസ്ഥാന സൗകര്യ വിപുലീകരണം സാധ്യമാക്കുന്നതിന് വലിയ പിന്തുണയാണ് ഗവൺമെന്റിന് കിഫ്ബി നൽകിയത്.
ഈ സർക്കാരിന്റെ കാലത്ത് 5000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ മുഴുവൻ മണ്ഡലങ്ങളിലും കിഫ്ബിയിലൂടെ മികച്ച വികസന പ്രവർത്തനങ്ങൾ എത്തിയെന്നും മന്ത്രി വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ കിഫ്ബി മുഖാന്തരം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. കാരണം അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ഭരണകക്ഷിയേക്കാൾ കൂടുതൽ പരിഗണന കൊടുത്തത് പ്രതിപക്ഷത്തെ ആണ്. അതൊരു ജനാധിപത്യ മര്യാദ എന്നുള്ള നിലയിൽ ചെയ്തതാണ്. പൊതുവിദ്യാഭ്യാസത്തിൽ ഏതാണ്ട് 5000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി മുഖാന്തരം നടന്നിട്ടുള്ളത്. അത് അത്ഭുതകരമാണ്, അതിശയകരമാണ്. കാരണം എൻ്റെ മണ്ഡലത്തിൽ, നിയമമണ്ഡലത്തിൽ ഒരു സ്കൂളിന് 12 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. 12 കോടി. അത് തീരദേശത്ത് ഉള്ള സ്കൂളിലാണ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെയും പിന്നെ മറ്റ് കൂലിവരയ്ക്ക് പോകുന്ന കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളുകളാണ്. നമ്മുടെ ഈ അൺഎയ്ഡഡ് മേഖലയെ അട്രാക്റ്റ് ചെയ്തിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അടിസ്ഥാന സൗകര്യങ്ങളായി. കോട്ടയത്തിന്റെ വികസനത്തിൽ നിർണായകമായ പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷം കിഫ്ബിയിലൂടെ സാധ്യമായത്. മെഡിക്കൽ കോളേജിലെ അത്യാധുനിക കെട്ടിടം 5 ജില്ലകളിലെ സാധാരണക്കാർക്ക് ഗുണം പകരുന്നതാണ്. കുമരകത്ത് പുതുതായി നിർമ്മിച്ച കോണത്താറ്റ് പാലം ജില്ലയിലെ ടൂറിസം വികസനത്തിന് നിർണായകമാണ്. നിരവധി പദ്ധതികൾ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലുമാണ്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ സർക്കാർ മേഖലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രം. കരൾ മാറ്റിവെക്കലിലൂടെ പുതിയ ചരിത്രമെഴുതിയ ആശുപത്രി. ഡോക്ടർമാരുടെ മികവ് കൊണ്ട് തന്നെ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള സാധാരണക്കാർ ഓടിയെത്തുന്ന ആശ്രയ കേന്ദ്രം. എന്നാൽ ജനത്തിരക്ക് കൊണ്ട് പലപ്പോഴും രോഗികൾ വീർപ്പുമുട്ടി. കാലങ്ങളായുള്ള ഈ പ്രതിസന്ധിക്കാണ് കഴിഞ്ഞ ദിവസം പരിഹാരമായത്. കിഫ്ബിയിൽ നിന്നും 257 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച സർജിക്കൽ ബ്ലോക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നാടിന് സമർപ്പിച്ചത്. നേരത്തെ പ്രസ്താവിച്ചതുപോലെ 258 കോടി രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കിയ വിവിധ പദ്ധതികൾ എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായി അറിയിക്കുന്നു. പുതിയ കെട്ടിടം വന്നുവെന്ന് മാത്രമല്ല, അനുബന്ധ പദ്ധതികളും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാത്ത് ലാബിനായി 7.88 കോടി രൂപ, 6 കോടി രൂപ ചെലവിട്ട് പാരാമെഡിക്കൽ ഹോസ്റ്റൽ, 4.28 കോടി രൂപ ചെലവിട്ട് ക്യാൻസർ ബ്ലോക്കിൽ ആധുനിക CT സ്കാനിംഗ് സംവിധാനം എന്നിവയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 1.25 കോടി രൂപ ചെലവിട്ട് നവീകരിച്ച പ്രധാന കവാടം, 1.20 കോടി രൂപ ചെലവിട്ട് ഗൈനക്കോളജി വിഭാഗത്തിൽ ഒരുക്കിയ മാതൃ നവജാത ശിശു സംരക്ഷണ യൂണിറ്റ് എന്നിവയും നാടിന് സമർപ്പിച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ് കുമരകം. പക്ഷേ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർ പലതവണ വന്നു പോയിട്ടും ഇവിടേക്കുള്ള റോഡുകളുടെ സ്ഥിതി പരിതാപകരമായിരുന്നു. കുമരകത്തിന്റെ കവാടമായ കോണത്താറ്റ് പാലമായിരുന്നു പ്രധാന ശാപം. കേവലം 4 മീറ്റർ മാത്രമായിരുന്നു പാലത്തിന്റെ വീതി. ഇത് പൊളിച്ചു കളഞ്ഞ് 13 മീറ്റർ വീതിയിലാണ് പുതിയ പാലം നിർമ്മിച്ചത്. കുമരകത്തിന്റെ വികസനത്തിൽ തന്നെ നിർണായകമാണിത്. ഈ പദ്ധതിക്കും കൈത്താങ്ങായത് കിഫ്ബി തന്നെ. 107 മീറ്റർ നീളത്തിൽ പാലം നിർമ്മിക്കുന്നതിനായി 29.49 കോടി രൂപയാണ് കിഫ്ബി നൽകിയത്. കഴിഞ്ഞ ദിവസം കുമരകത്ത് നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കിഫ്ബി വഴി 528 പദ്ധതികൾക്കായി 46,145 കോടി രൂപയാണ് PWD മാത്രമായി അനുവദിച്ചത്.
PWDക്ക് മാത്രമായി കിട്ടിയതാണ് ഞാനിവിടെ പറഞ്ഞത്. 46,145 കോടി 528 പദ്ധതികൾ. ഇതൊക്കെ ഒരു 10-30 കൊല്ലം കഴിഞ്ഞ് വരേണ്ട പദ്ധതികളാണ്. കാരണം കേരളത്തിൻ്റെ ഒരു സ്ഥിതി വെച്ച് ഇതിനൊക്കെ ഫണ്ടില്ല. അവിടെയാണ് കിഫ്ബി വന്നു. കിഫ്ബിയിലൂടെ 30 കൊല്ലം അപ്പുറത്തേക്കുള്ള വികസനം യാഥാർത്ഥ്യമാക്കാനാണ്. സ്ഥലം MLA-യും സഹകരണ വകുപ്പ് മന്ത്രിയുമായ VN വാസവനാണ് പദ്ധതിക്കായി എല്ലാ ശ്രമങ്ങളും നടത്തിയത്. കിഫ്ബി വഴി 120 കോടി രൂപ അനുവദിച്ച് കോട്ടയം കുമരകം റോഡ് വീതി കൂട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി പ്രഖ്യാപിച്ചു. കച്ചവടക്കാർക്കുൾപ്പെടെ ഉചിതമായ നഷ്ടപരിഹാരം നൽകിയായിരിക്കും സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുക. ഏതായാലും കോട്ടയം ജില്ലയ്ക്ക് മാത്രമല്ല വിദേശ വിനോദസഞ്ചാരികൾക്ക് പോലും ഗുണകരമാകുന്ന പദ്ധതിക്കാണ് കിഫ്ബി ഫണ്ട് ഉപകാരമായത്. ന്യൂസ് 18 കോട്ടയം. കാരുണ്യ ഫാർമസി വഴി ലഭ്യമായിരുന്ന മരുന്നുകൾ 2 മാസമായി കിട്ടുന്നില്ലെന്ന് പരാതി. കിഡ്നി രോഗികൾക്കുള്ള ജീവൻ രക്ഷാ മരുന്നാണ് ഇടുക്കിയിൽ ലഭ്യമാകാത്തത്. 300 രൂപയ്ക്ക് കാരുണ്യയിൽ നിന്ന് ലഭിച്ചിരുന്ന മരുന്ന് നിലവിൽ പുറത്തുനിന്ന് 1100-ലധികം രൂപ വില നൽകി വാങ്ങേണ്ട അവസ്ഥയിലാണ് രോഗികൾ. നാട്ടുകാരുടെ സഹായത്തോടെ ശസ്ത്രക്രിയ നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ രോഗികൾ പോലും ഇന്ന് പ്രതിസന്ധിയിലാണ്. തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോഴാണ് കാരുണ്യ വഴിയുള്ള മരുന്നുകളും മുടങ്ങിയിരിക്കുന്നത്. ഒരാൾക്ക് 15,000-ഓളം രൂപയാണ് ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ മരുന്നുകൾക്ക് വേണ്ടത്. പലരും ഇത് കണ്ടെത്തുന്നത് സുമനസ്സുകളുടെ സഹായത്തോടെയാണ്. ഇവർക്ക് ഏറ്റവും ആശ്വാസകരമായിരുന്നത് കാരുണ്യ ഫാർമസി വഴി മരുന്നുകൾ വില കുറച്ച് ലഭിച്ചിരുന്നതാണ്. എന്നാൽ നിലവിൽ പല മരുന്നുകളും ലഭ്യമാകാത്ത സ്ഥിതിയാണ്. ഈ നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന നമുക്ക് ഇച്ചിരി റേറ്റ് കുറച്ച് കിട്ടിക്കൊണ്ടിരുന്ന ഒരു മരുന്നാണ് സെൽസെപ്റ്റ് എന്ന് പറയുന്നത്. 2 മാസമായിട്ട് അത് കാരുണ്യകളിൽ കിട്ടാനില്ല. പിന്നെ ഇപ്പം നമ്മളിത് എറണാകുളത്തുനിന്ന് വരുത്തിക്കുകയാണ് ചെയ്തേക്കുന്നത്. അതും നമ്മളെ കൊണ്ട് താങ്ങാവുന്ന വിലയല്ല അതിന് കൊടുത്തേക്കുന്നത്. അപ്പം അത് എന്നെപ്പോലെ ഒരുപാട് രോഗികളുണ്ട് ഇതുപോലെ കഴിക്കാണ്ട മരുന്നുകൾ വരാതായിട്ട്, കാരുണ്യ വരാതായിട്ട് 2 മാസത്തോളമായി. അപ്പം ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങളെപ്പോലുള്ള രോഗികൾക്ക് പറയാനുള്ളത്. കാരുണ്യ ഫാർമസി വഴി ജീവൻ രക്ഷാ മരുന്നുകൾ കൃത്യമായി ലഭിച്ചാൽ ആകെ വിലയുടെ പകുതിയിൽ താഴെ മാത്രം കണ്ടെത്തിയാൽ മതി. എന്നാൽ നിലവിൽ മരുന്നുകളില്ലാതായതോടെ തുടർ ചികിത്സാ പരിചരണം പോലും പ്രതിസന്ധിയിലായ അവസ്ഥയിലാണ് നിർധന രോഗികൾ. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം എടയൂരിൽ വയോധികനെ കാണാനില്ലെന്ന് പരാതി. എടയൂർ സ്വദേശി പോക്കറിനെയാണ് ഇന്നലെ ഉച്ച മുതൽ കാണാതായത്. എടയൂരിലെ ചേരുകുളത്ത് പോക്കറിന്റെ ചെരുപ്പ് കണ്ടെത്തി. 65 വയസ്സുള്ള പോക്കർ ഇന്നലെ സഹോദരിയുടെ വീട്ടിൽ പോയതായിരുന്നു. ഓർമ്മക്കുറവുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. തെരച്ചിലിന് പോലീസ് നാട്ടുകാരുടെ സഹായവും തേടി. വിവരം ലഭിക്കുന്നവർ വളാഞ്ചേരി പോലീസിൽ അറിയിക്കണം എന്നാണ് നിർദ്ദേശം. കോട്ടയം ചങ്ങനാശ്ശേരിയിലെ സർക്കാർ സ്കൂളിൽ മദ്യപന്റെ അതിക്രമം. പൂവം ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു സംഭവം. വടിയുമായി എത്തിയ ഇയാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അധ്യാപകരെ അടക്കം അസഭ്യം പറഞ്ഞു. അരമണിക്കൂറോളമാണ് ഇയാൾ സ്കൂളിൽ തുടർന്നത്. എറണാകുളം മൂവാറ്റുപുഴ തൃക്കളത്തൂരിൽ വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കർണാടക സ്വദേശികളായ മുത്തുരാജു, ശരവണൻ എന്നിവരാണ് മരിച്ചത്. ഇരുവരും സഞ്ചരിച്ച സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത്. പേഴക്കാപ്പള്ളി പള്ളിപ്പടിയിലെ JCB ഓപ്പറേറ്റർമാരാണ് 2 പേർ. കേരള പോലീസിന്റെ ആദ്യ നാർക്കോട്ടിക് നായ ബ്രൂസ് എന്ന നീലി സർവീസിൽ നിന്നും വിരമിച്ചു. ഇടുക്കി AR ക്യാമ്പിൽ നടന്ന ചടങ്ങിലാണ് നീലിക്ക് ഔദ്യോഗിക യാത്രയയപ്പ് നൽകിയത്. സേനയിൽ നീലിയുടെ സംരക്ഷകനായിരുന്ന തൊടുപുഴ സ്വദേശി രഞ്ജിത്ത് മോഹന് തന്നെ നീലിയുടെ തുടർന്നുള്ള സംരക്ഷണാവകാശവും നൽകി.
2015 ഏപ്രിലാണ് ലാബിനത്തിൽപ്പെട്ട 3 മാസം പ്രായമുള്ള ബ്രൂസ് ശ്വാനസേനയുടെ ഭാഗമായത്. തൃശൂരിലെ ട്രെയിനിംഗ് അക്കാഡമിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അന്നത്തെ ഇടുക്കി SP KV ജോസഫാണ് സേനയിൽ നർക്കോട്ടിക് ഡോഗ് ഇല്ലാത്തതിനാൽ ഇതിനെ പരിശീലിപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്തും ജെറി ജോർജും അന്നു മുതൽ ബ്രൂസിന്റെ സന്തത സഹചാരിമാരായി. 2015 ജൂണിൽ പരിശീലനം പൂർത്തിയാക്കി ഇടുക്കിയിൽ ചുമതലയേറ്റു. പിന്നീട് ബ്രൂസ് എന്ന നീലിയുടെ കഥകൾ സിനിമാ കഥകളെ പോലും വെല്ലുന്നതായിരുന്നു. കുമളിയിലും രാജാക്കാടുമെല്ലാം ലഹരി സംഘങ്ങളെ പിന്തുടർന്നു. ഇടുക്കിയിലെ കാടുകളിലും മലകളിലുമടക്കം കയറിയിറങ്ങി ലഹരിയുടെ വഴികൾ അടച്ചു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ നീലി പല ഘട്ടങ്ങളിലും വിജയകിരീടം ചൂടി. അങ്ങനെ പോലീസ് സേനയ്ക്ക് ഏറെ മാതൃകാപരമായ സർവീസ് കാലം സമ്മാനിച്ചാണ് നീലി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ നർക്കോട്ടിക് ഡോഗ് കൂടിയായിരുന്നു നീലി. ആ രീതിയിലും അഭിമാനകരമായ നേട്ടങ്ങൾ നേടിയിട്ടുള്ള നീലിക്ക് ഇനി തുടർന്നുള്ള കാലം തന്റെ ആണ്ടർക്കൊപ്പം കഴിയാനുള്ള എല്ലാ ആശംസകളും നേർന്നുണ്ട്. ഇക്കാലം അത്രയും കൈപിടിച്ച് നടത്തിയ രഞ്ജിത്തിന് തന്നെ ബ്രൂസിനെ തുടർന്നും സംരക്ഷിക്കാനുള്ള അനുവാദം പോലീസ് സേന നൽകി. ഇനി മുതൽ ബ്രൂസ് രഞ്ജിത്തിന്റെ തൊടുപുഴയിലെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കും. ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് സാബു മാത്യു ബ്രൂസിന്റെ വിരമിക്കൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തി. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി തടിയമ്പാടിന് സമീപം പെരിയാർ നദീതീരത്ത് 4 പെരുമ്പാമ്പുകളെ ചത്തനിലയിൽ കണ്ടെത്തി. മത്സ്യബന്ധനത്തിനായി വിരിച്ച വലയിൽ കുടുങ്ങിയാണ് ഇവ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. തടിയമ്പാട് മടത്തുംകാവ് ക്ഷേത്രത്തിന് താഴെ പെരിയാർ തീരത്താണ് 4 പെരുമ്പാമ്പുകളുടെ ജീർണിച്ച ജഡങ്ങൾ കണ്ടെത്തിയത്. നദീതീരത്തു നിന്ന് കടുത്ത ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ നടത്തിയ പരിശോധനയിലാണ് സംഭവം പുറത്തറിഞ്ഞത്. തുടർന്ന് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. ഇങ്ങനെ 4 പെരുമ്പാമ്പ് ചത്തു കിടക്കുന്നതായിട്ട് വിവരം കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ 4 പെരുമ്പാമ്പിനെ എടുത്തു. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം വലയ്ക്കകത്ത് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലയ്ക്കകത്ത് കുരുങ്ങിയാണ് ഇത് ചത്തതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ ഇതിന്റെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ നടങ്ങി മാത്രമേ പൂർണ്ണമായ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സ്ഥലത്തെത്തിയ വനംവകുപ്പ് സംഘം നടത്തിയ പ്രാഥമിക പരിശോധനയിൽ മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയ നിലയിലാണ് പാമ്പുകൾ ചത്തതെന്ന് സ്ഥിരീകരിച്ചു. അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി 4 പാമ്പുകളുടെയും ജഡങ്ങൾ വനംവകുപ്പ് ഏറ്റെടുത്തു. അനധികൃത മത്സ്യബന്ധനം നടന്നിട്ടുണ്ടോയെന്നും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരേസമയം 4 പെരുമ്പാമ്പുകളെ ചത്തനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പെരിയാർ തീരവാസികളിലും ആശങ്കയുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കോട്ടയം പ്രസ് ക്ലബ്ബ് മാധ്യമപ്രവർത്തകർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊച്ചി അമൃത ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഘമാണ് പരിശോധന നടത്തിയത്. ഹൃദയാരോഗ്യം സംബന്ധിച്ചുള്ള പരിശോധനകളാണ് പ്രധാനമായും നടന്നത്. ENT ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാരും പരിശോധന നടത്തി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,820, പവന് 1,18,560. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,240, പവന് 97,920. വെള്ളി ഗ്രാമിന് 285, കിലോയ്ക്ക് 2,85,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്പോട്ട് ലൈവ് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.